Class 8 Maths, Chapter 2, page number 24. First question. In each pair of triangles below, find the sides of the triangle on the right equal to the sides of the triangle on the left. ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഇടത്തെ ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമായ വശങ്ങൾ വലത്തെ ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഈ ട്രയാങ്കിളിലെ സൈഡ്സിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഈ ട്രയാങ്കിളിൽ ഏതാണ്? ഈ ത്രികോണത്തിലെ വശങ്ങളിലെ ഇതിൻ്റെ വശത്തിന് തുല്യമായ ഇതിലുള്ള വശം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചത്? ഈ വശത്തിന് തുല്യമായിട്ടുള്ള ഇതിലുള്ള വശം സൈഡ് ഏതൊക്കെയാണ്, ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. റീസൺ എന്താണ്? ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ്, ഈ ട്രയാങ്കിളിൻ്റെയും സൈഡ് 3 സെൻറ്റിമീറ്റർ ഉണ്ട്. അതിൻ്റെ അടുത്തുള്ള രണ്ട് കോണുകളും ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ് 50 ഡിഗ്രിയും 70 ഡിഗ്രിയും, 50 ഡിഗ്രിയും 70 ഡിഗ്രിയും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി വൺ സൈഡ് ആൻഡ് ആംഗിൾ വൺ സൈഡ്, ഈ വൺ സൈഡും അതിൻ്റെ ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ ഈക്വൽ. ആംഗിൾസ് അതിൻ്റെ എൻഡിലുള്ള ആംഗിൾസും ഏതിന് ഈക്വൽ ആണ്? ഈ ട്രയാങ്കിളിലുള്ള വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ഈ ട്രയാങ്കിളിലെ ഒരു സൈഡിനും അതിൻ്റെ ആംഗിൾസിനും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് വശങ്ങൾ തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ വശവും ഈ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ വശവും ഈ സൈഡും തുല്യമായിരിക്കും. ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. 50 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ബി സി ആണ്. ഇവിടെ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? പി ക്യു ആണ്. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള രണ്ട് സൈഡ്സും രണ്ട് വശങ്ങളും എന്താണ്? ഈക്വൽ ആണ്. നമുക്ക് ബി സി ഈക്വൽ ടു പി ക്യു എന്ന് എഴുതാം. സൈഡ്സ് ഓപ്പോസിറ്റ് ടു 70 ഡിഗ്രി 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതൊക്കെയാണ്? ഈ സൈഡും അതുപോലെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പി ആറും എന്താണ്? ഈക്വൽ ആയിരിക്കും. 70 ഡിഗ്രീൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. എതിരെയുള്ള വശങ്ങൾ ഓപ്പോസിറ്റുള്ള ഈ സൈഡ്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും. തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. ഈക്വൽ സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ രണ്ട് ട്രയാങ്കിളിലെയും ഈ സൈഡ് എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലേ? രണ്ട് വശവും തുല്യമാണ്. എ ബി ഈക്വൽ ടു ആർ ക്യൂ, ബോത്ത് ആർ 3 സെൻറ്റിമീറ്റർ. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈക്വൽ സൈഡ്സിലെ തുല്യ വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ രണ്ട് അടുത്തുള്ള കോണുകളിൽ ആംഗിൾസ് 70 ഡിഗ്രിയും 30 ഡിഗ്രിയാണ്. ഇവിടെ എന്താണ്? 30 ഡിഗ്രി തന്നിട്ടുണ്ട്, ഈ ആംഗിൾ തന്നിട്ടില്ല. ഇതിൻ്റെ അടുത്തുള്ള രണ്ട് കോണുകളിലെ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇതെന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈ വശങ്ങൾക്ക് അടുത്തുള്ള രണ്ട് കോണുകൾ ആംഗിൾസും എന്താണ്? ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കണം? 180 ഡിഗ്രി ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ 80 + 30 എത്രയാണ്? അപ്പോൾ 80 + 30 110. 110നോട് 70 കൂടി കൂട്ടിയാലല്ലേ നമുക്ക് എന്ത് കിട്ടുക? 180 കിട്ടുക അല്ലേ? അപ്പോൾ ഇതെന്തായാലും 70 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സൈഡിലെ രണ്ട് സൈഡ് 30യും 70യും ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തുള്ള രണ്ട് വശങ്ങളിലെ 70യും 30 തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് 70 കിട്ടി. ഇതേപോലെ തന്നെ 70യും 30യും 80യും 80യും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുക. അപ്പോൾ ഇതിലുള്ള മൂന്ന് ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. 3 സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് സൈഡിലുള്ള എൻസിലുള്ള രണ്ട് ആംഗിൾസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ്, തുല്യ ത്രികോണമാണ്. ഇൻ ട്രയാങ്കിൾ NLM വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻസിലുള്ള ആംഗിൾസ് ആർ ഈക്വൽ ടു വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ഓഫ് ട്രയാങ്കിൾ XYZ ഈ സൈഡിൻ്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസും ഈ സൈഡിൻ്റെ 3 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലുള്ള ഈ ആംഗിൾസും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങൾ ഏതായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. ഈ ട്രയാങ്കിളിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് NM, 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം NM ആണ്. ഈ ട്രയാങ്കിളിൽ 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? XZ ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വശങ്ങളും സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എതിരെയുള്ള വശം ഏതാണ്? LM. അതുപോലെ ഇവിടെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? YZ ആണ്. അതുകൊണ്ട് തന്നെ LM ഈക്വൽ ടു YZ തുല്യമായിട്ടുള്ള കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും അപ്പോൾ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള രണ്ട് സൈഡ്സ് ഇവിടെ LM, ഇവിടെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള YZും ഈക്വൽ ആണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ് LN ഈക്വൽ ടു XY ബോത്ത് ആർ 3 സെൻറ്റിമീറ്റർ. അങ്ങനെ വേണമെങ്കിൽ ഇതാ അതിൻ്റെ എതിരെയുള്ള കോണുകൾ നോക്കിയാലും തുല്യമാണ് അല്ലേ? 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? 3 സെൻറ്റിമീറ്റർ. LN ഈക്വൽ ടു ഇവിടെ 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് 3 സെൻറ്റിമീറ്റർ XY. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ഓൾറെഡി ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, അതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും ഈക്വൽ ആണ്. Question number 2. In the picture, the top two sides and the bottom sides of a pentagon with equal angles and equal sides are extended to form a triangle. ചിത്രത്തിൽ വശങ്ങളും കോണുകളുമെല്ലാം തുല്യമായ ഒരു പഞ്ചഭുജത്തിൻ്റെ മുകളിലെ രണ്ട് വശങ്ങളും
താഴത്തെ വശവും നീട്ടി ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ഇതെന്താണ്? ഒരു പെൻറ്റഗണാണ്. പെൻറ്റഗൺ, പെൻറ്റ് മീൻസ് 5 അല്ലേ, 5 വശങ്ങളുള്ള പഞ്ചഭുജം അല്ലേ, 5 സൈഡ്സ് ആണുള്ളത്. അതിനെയാണ് പെൻറ്റഗൺ എന്ന് പറയുന്നത്. പെൻറ്റ മീൻസ് 5. അപ്പോൾ ഈ 5 സൈഡ്സ് ഉള്ള ഈ പെൻറ്റഗൺ പഞ്ചഭുജത്തിൻ്റെ എല്ലാ വശങ്ങളും എന്താണ്? തുല്യമാണല്ലേ, ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും ആണ്. അതായത് ഈക്വൽ ആംഗിൾസ്, എല്ലാ കോണുകളും തുല്യമാണ്, അതിൻ്റെ വശങ്ങൾ സൈഡ്സും ഈക്വൽ ആണ്. അതായത് ഇതൊരു സമപഞ്ചഭുജമാണ്, റെഗുലർ പെൻറ്റഗൺ ആണ് അല്ലേ. ടോപ്പിലുള്ള 2 സൈഡ്, മുകളിലെ വശവും താഴത്തുള്ള വശവും നീട്ടി വരച്ചിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്, ഇവിടുന്ന് മുകളിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത്, അതുപോലെ ഇതിൻ്റെ താഴെ വശം, ഇതാണ് പെൻറ്റഗൺ, ഇതിൻ്റെ താഴത്തെ വശവും എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി വരച്ചാൽ നമുക്ക് എന്താണ്? ഒരു ട്രയാങ്കിൾ, വലിയൊരു ബിഗ് ട്രയാങ്കിൾ ത്രികോണം കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദി സൈഡ്സ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ ഓൺ ദി ലെഫ്റ്റ് ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ ഓൺ ദി റൈറ്റ്? വൈ? ഇപ്പോൾ 2 ചെറിയ സ്മോൾ ട്രയാങ്കിൾസ് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതിലുള്ള സൈഡ്സ്, വശങ്ങൾ ഇതിൻ്റെ സൈഡ്സിന് വശങ്ങൾക്ക് തുല്യമാണോ, ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത്. ചിത്രത്തിലെ ഇടതുവശത്തെ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾക്കും വലതുവശത്തെ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾക്കും ഒരേ നീളമാണോ? എന്തുകൊണ്ട്? അപ്പോൾ ഈ 2 ട്രയാങ്കിളിൻ്റെയും സൈഡ്സിലെ വശങ്ങൾ തുല്യമാണോ എന്നാണ് ചോദിച്ചത്. തുല്യമാവണമെങ്കിൽ എന്താണ്? ഇത് ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണമാവണം. ഇത് തുല്യ ത്രികോണങ്ങളാണോ? ഇതൊരു റെഗുലർ പെൻറ്റഗണാണ്, സമപഞ്ചഭുജമാണ്. അതായത് ഇതിൻ്റെ കോണുകളും സൈഡ്സും വശങ്ങളും ഈക്വൽ ആണ്. ഇതെന്താണ്? റെഗുലർ പെൻറ്റഗണാണ്. അതായത് ഇതിൻ്റെ സൈഡ്സ് ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും ആണ്. അതുകൊണ്ട് തന്നെ റെഗുലർ പെൻറ്റഗണാണ്. അതായത് ഇതിൻ്റെ റെഗുലർ പെൻറ്റഗണിൻ്റെ ഔട്ടർ ആംഗിൾസും, ഉള്ളിലുള്ള ഈ ആംഗിളും ഔട്ടർ പുറമേയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഈ പെൻറ്റഗണിൻ്റെ ഔട്ടറിലെ പുറത്തുള്ള ആംഗിളാണ് ഇത്. ഇവിടെ ഉള്ളതിൻ്റെ പുറം കോണാണ് ഇതാ. ഈ ആംഗിൾസ് എല്ലാം എന്താണ്? ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. നമുക്കിതിന് ABCD എന്ന് നെയിം കൊടുത്താൽ, അപ്പോൾ ഈ പെൻറ്റഗണിൻ്റെ ഈ 2 സൈഡും എന്താണ്? ഈക്വലാണ്. ഇത് റെഗുലർ പെൻറ്റഗണാണ്, സമപഞ്ചഭുജമാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് ഈക്വലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡും എല്ലാ വശങ്ങളും എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഈ 2 ട്രയാങ്കിൾ ഈക്വലാണോ എന്ന് അറിയേണ്ടത്. അതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈക്വലാണ് അല്ലേ, പെൻറ്റഗണിൻ്റെ സൈഡ് ആയതുകൊണ്ട്. അപ്പോൾ BC ഈക്വൽ ടു ED എന്ന് എഴുതാം. അതായത് സൈഡ്സ് ഓഫ് റെഗുലർ പെൻറ്റഗൺ ABCD സമപഞ്ചഭുജത്തിൻ്റെ വശങ്ങളാണ്. അപ്പോൾ ഈ 2 സൈഡും ഈക്വലാണ്, തുല്യമാണ്. ഇതിൻ്റെ 2 കോണുകളും തുല്യമായത് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലേ. ഈക്വൽ ട്രയാങ്കിൾ സൈഡ്സ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ 2 കോണുകൾ തുല്യമാണോ? യെസ്, ഇതിൻ്റെ കോണുകൾ തുല്യമാണ്. കാരണം എന്താണ്? റെഗുലർ പെൻറ്റഗണിൻ്റെ ഔട്ടർ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ PBC എന്ന് പറഞ്ഞ ഈ ആംഗിളും അതുപോലെ DEQ എന്ന് പറഞ്ഞ ഈ ആംഗിളും, ഈ 2 ആംഗിൾസ് ഈക്വലാണ്. അതായത് റെഗുലർ പെൻറ്റഗണിൻ്റെ ഔട്ടർ ആംഗിൾസ് ആണ്, പുറം കോണുകളാണ്. ആംഗിൾ PBC ഈക്വൽ ടു ആംഗിൾ DEQ അല്ലേ. ഈ 2 ആംഗിൾസും ഈക്വലാണ്, ഔട്ടർ ആംഗിൾസ് ആണ്. ഈ 2 ആംഗിൾസിലെ BCP ആൻഡ് EDQ, ഈ 2 ആംഗിൾസും ഈക്വലാണ്. ഔട്ടർ ആംഗിൾസ് ഓഫ് റെഗുലർ പെൻറ്റഗൺ ABCD. സമപഞ്ചഭുജം ABCDൻ്റെ പുറം കോണുകളാണ്, പുറം കോണുകൾ തുല്യമാണ്. ഈ 2 ചെറിയ ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആണല്ലേ. ഈ BC പറഞ്ഞ ED എന്ന് പറഞ്ഞ സൈഡ് ഈക്വലാണ്. അതിൻ്റെ 2 സൈഡിലുള്ള എൻഡിലുള്ള എന്താണ്? കോണുകൾ, ആംഗിൾസും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? നമുക്കിത് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം. ഈക്വൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്തായിരിക്കും? ബാക്കിയുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. സൈഡ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത്. ഇൻ ട്രയാങ്കിൾ BCP, വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ ഈക്വൽ ടു വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ഓഫ് ട്രയാങ്കിൾ EQD. So triangle BCP and EQD are equal triangles. ട്രയാങ്കിൾ BCPയിലെ ഒരു വശവും അതിൻ്റെ അറ്റത്തുള്ള 2 കോണുകളും, അതുപോലെ ട്രയാങ്കിൾ EQDയിലെ ഒരു വശവും അതിൻ്റെ അറ്റത്തുള്ള 2 കോണുകളും തുല്യമാണ്. അതിനാൽ ട്രയാങ്കിൾ BCPയും EDQ എന്താണ്? തുല്യ ത്രികോണമാണ്. ഈ സൈഡും അതിൻ്റെ അറ്റത്തുള്ള 2 കോണുകളും 2 ആംഗിൾസും ഈക്വലാണ്. അതുകൊണ്ട് ഇത് തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വശങ്ങൾ സൈഡ്സ് ഈക്വലാണ്. ഓരോ വശങ്ങളും ഇതിൻ്റെ വശങ്ങൾക്ക് തുല്യമാണോ എന്നാണ് ചോദിച്ചത്. ഹെൻസ് സൈഡ്സ് ഓഫ് BCP ആർ ഈക്വൽ ടു സൈഡ്സ് ഓഫ് EQD അല്ലേ. ഇതിൻ്റെ 2 സൈഡ്സ് എന്താണ്? ഈക്വലാണ്. ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈക്വൽ ട്രയാങ്കിൾ തുല്യ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നെങ്കിൽ സൈഡ്സ് എല്ലാം ഈക്വൽ ആവണം, അല്ലെങ്കിൽ 2 സൈഡും അതിൻ്റെ അറ്റത്തുള്ള എൻഡിലുള്ള 2 കോണുകളും തുല്യമാവണം. 2 കോണുകൾ തുല്യമാണ്. കാരണം എന്താണ്? ഔട്ടർ ആംഗിൾസ് ഓഫ് റെഗുലർ പെൻറ്റഗൺ, ഒരു സമപഞ്ചഭുജത്തിൻ്റെ പുറം കോണുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ ഈക്വൽ? വൈ? ഈ ലാർജ് ട്രയാങ്കിൾ ഈ വലിയ ത്രികോണത്തിൻ്റെ ലെഫ്റ്റിലുള്ളയും റൈറ്റിലുള്ളയും ഈ 2 സൈഡ്സ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത് അല്ലേ. ചിത്രത്തിലെ വലിയ ത്രികോണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾക്ക് ഒരേ നീളമാണോ? ഇതല്ലേ വലിയ ത്രികോണം.
അതിൻ്റെ ഇടത്തുള്ള വശവും വലത്തുള്ള വശവും, അതായത് എ പി എന്ന് പറഞ്ഞ ഈ സൈഡും എ ക്യു എന്ന് പറഞ്ഞ ഈ സൈഡും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത്. ഇതിൽ എ ബി എന്ന് പറഞ്ഞ സൈഡും എ ഇ എന്ന് പറഞ്ഞ സൈഡും ഈക്വൽ ആണ് അല്ലേ. ഇതെന്താണ് റെഗുലർ പെൻറ്റഗൺ അല്ലേ, പഞ്ചഭുജത്തിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. ഈ സൈഡും ഈക്വൽ ആണ്. ഇനി ഈ സൈഡിലെ ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് ചെറിയ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണോ? അങ്ങനെയാണെങ്കിലും ടോട്ടൽ ഈക്വൽ ആണ് അല്ലേ. ഈ എ പി എന്ന് പറഞ്ഞ ഈ സൈഡും എ ക്യു എന്ന് പറഞ്ഞ സൈഡും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ഭാഗം അല്ലെ, ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈക്വൽ ട്രയാങ്കിളാണ് ഇത് രണ്ടും. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസിന് ഓപ്പോസിറ്റ് എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ആംഗിൾ ബി സി പിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും അല്ലേ. ഇതിൻ്റെ എതിരെയുള്ള വശമല്ലേ ബി ബി എന്ന് പറയുന്നത്. ഈ രണ്ട് ആംഗിൾസും തുല്യമാണല്ലേ. ആംഗിൾ ബി സി പിയും ആംഗിൾ ഇ ഡി ക്യൂവും അല്ലേ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള വശമല്ലേ ഇത് അല്ലേ, എതിരെയുള്ള വശമാണ്. നമുക്ക് ബി പി ഈക്വൽ ടു ഇ ക്യു എന്ന് എഴുതാം. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് അല്ലേ, ഇത് രണ്ടും ഈക്വലാണ്. ഈ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റിലുള്ള സൈഡ്സ് അല്ലേ, എതിരെയുള്ള വശങ്ങൾ എന്താണ്? തുല്യമാണ്. പി ബി ഈക്വൽ ടു ഇ ക്യു, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് അല്ലേ, ഈക്വൽ ആംഗിൾ ആയിട്ടുള്ള ബി സി പി ആൻഡ് ഇ ഡി ക്യു അല്ലേ, ഈ രണ്ട് ആംഗിൾസിൻ്റെയും ഓപ്പോസിറ്റ് എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അതുപോലെ എ ബി ഈക്വൽ ടു എ ഇ അല്ലേ, ഈ രണ്ട് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. സൈഡ്സ് ഓഫ് റെഗുലർ പെൻറ്റഗൺ എ ബി സി ഡി അല്ലേ, ഈ റെഗുലർ പെൻറ്റഗൺ അല്ലേ, പഞ്ചഭുജത്തിൻ്റെ സൈഡ്സ് ആണ്, അതും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു സൈഡും ഈ സൈഡും ഈക്വൽ ആണ്, ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ടോട്ടൽ ഈ സൈഡും ഈക്വൽ ആണ്. അതായത് എ പി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി പ്ലസ് ബി പി ആണ്. എ ക്യു എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇ പ്ലസ് ഇ ക്യു ആണ്. ഹെൻസ് വി പ്രൂവ്ഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ലാർജ് ട്രയാങ്കിൾ ആർ ഈക്വൽ. ഈ ലാർജ് ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു. ദാറ്റ് ഈസ് എ പി ഈക്വൽ ടു എ ക്യു. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നാണ് ചോദിച്ചത്. തേർഡ് ക്വസ്റ്റ്യൻ, ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് മറ്റേ ട്രയാങ്കിളിൻ്റെ സൈഡിന് ഈക്വൽ ആണ്, അതായത് ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദി ഹൈറ്റ് ഫ്രം ഈച്ച് സൈഡ് ഓഫ് വൺ ട്രയാങ്കിൾ ടു ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഈക്വൽ ടു ദി ഹൈറ്റ് ഫ്രം ദി ഈക്വൽ സൈഡ് ഓഫ് ദി അതർ ട്രയാങ്കിൾ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. വൈ? രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ട്, രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് അല്ലേ ഈക്വൽ ആയിട്ടുള്ള, ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്, ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൽ ഈക്വൽ ആയിട്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന വെർട്ടെക്സ് ലൈൻ, ഇങ്ങനെ ഓപ്പോസിറ്റിലേക്ക് നമ്മളൊരു വെർട്ടെക്സ് വരയ്ക്കുകയാണെങ്കിൽ ഈക്വൽ ടു ദി ഹൈറ്റ് ഫ്രം ദി ഈക്വൽ സൈഡ് ഓഫ് ദി അതർ ട്രയാങ്കിൾ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് വെർട്ടെക്സ് അല്ലേ, അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആ സൈഡിൽ നിന്നും അല്ലേ, ഈ സൈഡിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഈ സൈഡ്, അതിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ഈ രണ്ട് വെർട്ടെക്സും അല്ലേ, ഈ രണ്ട് ലൈൻസും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ട്? അതായത് ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും വശത്തിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരം അല്ല, എതിർമൂല ഏതെങ്കിലും ഓപ്പോസിറ്റായിട്ട് വരയ്ക്കുന്ന ആ വെർട്ടെക്സ്, ഓപ്പോസിറ്റ് വെർട്ടെക്സ് മറ്റേ ത്രികോണത്തിൻ്റെ തുല്യമായ വശത്തിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള ഉയരത്തിന് തുല്യമാണോ? എന്തുകൊണ്ട്? ഇതിൻ്റെ അതേ സൈഡ് ഈക്വൽ ആയിട്ടുള്ള ആ സൈഡിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന എതിർമൂലയിലേക്ക് വരയ്ക്കുന്ന ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ഈ രണ്ട് വെർട്ടെക്സും ഈക്വൽ ആണോ, തുല്യമാണോ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്. രണ്ട് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ് ഇതാണെന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് പി ക്യു ആർ ഈക്വൽ ട്രയാങ്കിൾസ് വിത്ത് എ ബി ഈക്വൽ ടു പി ക്യു, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ ബി സി ഈക്വൽ ടു ക്യു ആർ, എ സി ഈക്വൽ ടു പി ആർ. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ ഈ അടിയിലുള്ള രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് രണ്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ്. ബി സി ഈക്വൽ ടു ക്യു ആർ ആണ്. ഈ രണ്ട് സൈഡ്സിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ള ഒരു സൈഡിൽ നിന്നും മുകളിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന ആ ലൈനും, അതുപോലെ ഇതിൻ്റെ അതേ തുല്യമായിട്ടുള്ള വശം അല്ലേ, അവിടെ നിന്നും ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന ഈ ലൈനും, ഈ രണ്ട് ലൈൻസും ഈക്വൽ ആണോ, തുല്യമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ആണെങ്കിൽ എന്തുകൊണ്ട്? ഇവിടുന്ന് ഈ ലൈനിനെ നമ്മൾ ഇ എന്നും ഈ ലൈനിനെ എസ് എന്നും നമ്മൾ വിളിച്ചാൽ എ ഇ എന്ന് പറഞ്ഞ ഈ ലൈനും പി എസ് എന്ന് പറഞ്ഞ ഈ ലൈനും, ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആണോ? ഈ ആംഗിളിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്താൽ ഈ ആംഗിളും എന്താണ്? എക്സ് ആണ് അല്ലേ. കാരണം എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. എ സിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ പി ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ഇ ബിയിലെ ഈ എ എന്ന് പറഞ്ഞ ഈ ലൈനാണ് ഈ ലൈനിന്, പി എസ് എന്ന് പറഞ്ഞ ഈ ലൈനിന് ഈക്വൽ ആണോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ആംഗിൾ എക്സ് ആണെന്ന് കിട്ടി. ഈ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇത് രണ്ട് എക്സ് ആണ്. ആംഗിൾ എ ഇ ബി അതെന്താണ്? 90 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ പി എസ് ക്യു എന്താണ്? 90 ഡിഗ്രിയാണ് അല്ലേ. നമ്മളിവിടേക്ക് ഒരു ലംബമാണ്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് വരച്ചത്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഓപ്പോസിറ്റ് വെർട്ടെക്സ് അല്ലേ, ഒരു ലംബമാണ് വരച്ചത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്.
അതായത് നമുക്ക് എഴുതാം ആംഗിൾ എ ഇ ബി ഈക്വൽ ടു ആംഗിൾ പി എസ് ക്യൂ അല്ലെ. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, ബോത്ത് ആർ 90 ഡിഗ്രി ആണ്. അതുപോലെ നമുക്ക് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് എഴുതാം അല്ലെ. രണ്ടിൻ്റെ ആംഗിൾ എന്താണ്? എക്സ് ആണ്. അതായത് എ ബി ഈക്വൽ ടു പി ക്യൂ അല്ലെ. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. ട്രയാങ്കിൾ എ ഇ ബിയിൽ നമുക്ക് എന്താണ് രണ്ട് ആംഗിൾസ് കിട്ടി അല്ലേ. ഇത് എക്സ് ആയിട്ട് എടുത്തു, ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും അല്ലേ? സം ഓഫ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 180ന്ന് എന്ത് മൈനസ് ചെയ്തതാണ്? ഈ രണ്ട് ആംഗിൾസ് മൈനസ് ചെയ്തതാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. 180 മൈനസ് 90 മൈനസ് എക്സ്. ടോട്ടൽ ആകെ തുകയാണ് 180. അപ്പോൾ ടോട്ടലിന് 180ന്ന് ഈ രണ്ട് ആംഗിൾസ് മൈനസ് ചെയ്തതാണ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അതായത് 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി മൈനസ് എക്സ്. 180 ഡിഗ്രി മൈനസ് 90 എത്രയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി മൈനസ് എക്സ് ആണ് ഈ ആംഗിൾ. ആംഗിൾ ബി എ ഇ അല്ലേ, ഈ ആംഗിളാണ് നമുക്ക് 90 മൈനസ് എക്സ് എന്ന് കിട്ടിയത്. അതേപോലെ തന്നെ ആയിരിക്കില്ല, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ. ആംഗിൾ ക്യൂ പി എസ് എന്തായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും സിമിലർലി അല്ലേ. അതുപോലെ തന്നെ ഈ ആംഗിളും എന്തായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. ഇതൊരു ഈക്വൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണല്ലേ. എ ബി ഈക്വൽ ടു പി ക്യൂ ആണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതിൻ്റെ അറ്റത്തുള്ള രണ്ട് ആംഗിൾസ് കോണുകളും എന്താണ്? ഈക്വൽ ആയില്ലേ. ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. ഇത് 90 മൈനസ് എക്സ് ആണ്, ഇത് 90 ഡിഗ്രി മൈനസ് എക്സ് ആണ്. അപ്പോൾ ഈ രണ്ട് അറ്റത്തുള്ള ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇൻ ട്രയാങ്കിൾ എ ബി ഇ one side and two angles at its ends are equal to one side and two angles of triangle PQS. So triangle ABE and PQS are equal triangle. ട്രയാങ്കിൾ എ ബിയും ട്രയാങ്കിൾ പി ക്യു എസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു സൈഡിലെ ഒരു സൈഡും അതിൻ്റെ അറ്റത്തുള്ള രണ്ട് ആംഗിൾസും കോണുകളും, അതുപോലെ അതിൻ്റെ ട്രയാങ്കിൾ പി ക്യു എസിലെ ഒരു സൈഡും അതിൻ്റെ അറ്റത്തുള്ള രണ്ട് ആംഗിൾസും അല്ലെ കോണുകളും എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അതിൻ്റെ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡല്ലേ ഈ എ എന്ന് പറയുന്നത്. ഇവിടെയും ആംഗിൾ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് പി എസിലെ എതിർവശമാണ് പി എസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഈക്വൽ ടു പി എസ്, സൈഡ് ഓപ്പോസിറ്റ് ടു എക്സ് അല്ലെ. എക്സിൻ്റെ എതിർവശമാണ് എയും പി എസും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്, സെയിം ആണ്. എക്സ് എന്ന കോണിൻ്റെ എതിർവശങ്ങളാണ് എയും പി എസും. അതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ്. എ ഈക്വൽ ടു പി എസ്. ഇതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ആർ ദി ഏരിയാസ് ഓഫ് ദി ട്രയാങ്കിൾസ് ഈക്വൽ? വൈ? ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് ഈക്വൽ ആണോ? എന്തുകൊണ്ട്? ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തുല്യമാണോ? പരപ്പളവ് ഏരിയ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സിൻ്റെ ഏരിയ പരപ്പളവ് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സൈഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഓപ്പോസിറ്റ് കോർണർ ടു സൈഡ്, ഹാഫ് ബി എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു സൈഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈഡ് എടുക്കാം. ബി സി എന്ന് പറഞ്ഞ സൈഡ് എടുത്തു ഞാൻ. ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഓപ്പോസിറ്റ് കോർണർ ടു സൈഡ് അല്ലേ. ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? എ ഇ ആണ് അല്ലേ. അപ്പോൾ എ ഇ ഹാഫ് ഇൻറ്റു ബി സി എന്ന് പറഞ്ഞ സൈഡ് എന്തിന് ഈക്വലാണ്? ക്യു ആർ എന്ന് പറഞ്ഞ സൈഡിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ബി സിക്ക് പകരം ക്യു ആർ എന്ന് എടുക്കാം. ക്യു ആർ ഇൻറ്റു എ ഇക്ക് പകരം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എ ഇ പി എസിന് ഈക്വലാണ് അല്ലേ. എ എന്ന് പറഞ്ഞ ഈ വെർട്ടെക്സ് പി എസ് എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഈക്വൽ ആണെന്ന് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എക്ക് പകരം നമുക്ക് പി എസ് എന്ന് എടുക്കാം. അപ്പോൾ ഇത് ഇതിന് ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ. ഈ സൈഡ് ഈ സൈഡിന് ഈക്വൽ ആണ്, ഈ സൈഡ് ഈ സൈഡിന് ഈക്വൽ ആണ്. നമ്മൾ ഇവിടെ ഏരിയ ഓഫ് എ ബി സി ആണ് എടുത്തത്. അതെന്തിന് ഈക്വൽ ആണ്? ഏരിയ ഓഫ് പി ക്യു ആറിന് ഈക്വൽ ആണ്. ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എസ് എന്താണ്? ഏരിയ ഓഫ് പി ക്യു ആർ അല്ലേ. ഈ പി ക്യു ആറിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഇതിന് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു വശം ഇൻറ്റു എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ലംബദൂരം. എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ഈ ലംബദൂരം. അപ്പോൾ ഹാഫ് ഇൻറ്റു ഒരു സൈഡ് ഒരു വശം എടുക്കുക. ബി സി ഇൻറ്റു എ ഇ എന്താണ്? ആ എതിർമൂലയിലേക്കുള്ള ലംബവശമല്ലേ, ലംബദൂരമാണ്. അപ്പോൾ ഈ എ ഇ എന്തിന് ഈക്വലാണ്? പി എസിന് ഈക്വലാണ്. ബി സി എന്തിന് ഈക്വലാണ്? ക്യു ആറിന് ഈക്വലാണ്. അതായത് ഇതിൻ്റെ പരപ്പളവാണ് പി ക്യു ആറിൻ്റെ പരപ്പളവിന് ഈക്വലാണ് എ ബി സിയുടെ പരപ്പളവ്. പേജ് നമ്പർ 24 3 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.